നമസ്കാരം കൂട്ടുകാരെ. അനീഷ് മോഹൻ തമ്പിയുടെ നാട്ടുപക്ഷി പരിചയത്തിൽ ഇന്ന് നാം പരിചയപ്പെടുന്നത് ചെങ്കോക്കൻ ഇത്തിൽക്കണ്ണിക്കുരുവി അഥവാ പേൽ ബിൽഡ് ഫ്ലവർ പെക്കർ. നമ്മുടെ പക്ഷികളുടെ കൂട്ടത്തിൽ ഇത്തിരി കുഞ്ഞന്മാരാണ് ഇത്തിൽക്കണ്ണിക്കുരുവികൾ അഥവാ ഫ്ലവർ പെക്കേഴ്സ്. വിരലിനോളം മാത്രം വലിപ്പമുള്ള ഈ പക്ഷികളെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ലെങ്കിലും വ്യക്തമായ ശബ്ദം കൊണ്ട് അവരുടെ സാന്നിധ്യം മനസ്സിലാക്കുവാൻ കഴിയും. 3 തരത്തിലുള്ള ഇത്തിൽക്കണ്ണിക്കുരുവികൾ നമ്മുടെ കേരളത്തിലുണ്ട്. അവരിൽ സാധാരണയായി കാണപ്പെടുന്ന ഇത്തിൽക്കണ്ണിക്കുരുവിയാണ് ചെങ്കോക്കൻ ഇത്തിൽക്കണ്ണിക്കുരുവി അഥവാ പേൽ ബിൽഡ് ഫ്ലവർ പെക്കർ. കേരളത്തിൽ കാണപ്പെടുന്ന പക്ഷികളിൽ ഏറ്റവും ചെറിയ പക്ഷിയാണ് ചെങ്കോക്കൻ ഇത്തിൽക്കണ്ണിക്കുരുവി. ഏകദേശം 8 സെന്റിമീറ്റർ മാത്രം വലുപ്പമാണ് ഇവർക്കുള്ളത്. ഇവയുടെ മുകൾ ഭാഗത്തിന് തവിട്ട് നിറവും അടിഭാഗത്തിന് വെള്ള കലർന്ന ചാരനിറവുമാണ്. നേരിയ ചുവപ്പു നിറമുള്ള കൊക്ക് താഴേക്ക് വളഞ്ഞിരിക്കുന്നു. ആൺപക്ഷിയും പെൺപക്ഷിയും കാഴ്ചയിൽ വ്യത്യാസങ്ങൾ ഒന്നും തന്നെയില്ല. ട് 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 എന്നൊരു ശബ്ദമാണ് ഇവർ സാധാരണയായി പുറപ്പെടുവിക്കുന്നത്. നമുക്കൊന്ന് ആ ശബ്ദം കേട്ടാലോ? മാവിലും മറ്റും കാണപ്പെടുന്ന എത്തിൽ ചെടികളെ കൂട്ടുകാർ കണ്ടിട്ടുണ്ടാകുമല്ലോ. വൃക്ഷങ്ങളുടെ താഴ്ത്തടിയിലും ശിഖിരങ്ങളിലും പറ്റിക്കൂടുന്ന ഈ ചെടികളുടെ വേരുകൾ ക്രമേണ തടി തുളച്ച് അകത്തേക്ക് കയറുകയും ഉള്ളിലുള്ള പോഷകവും ജലാംശവും വലിച്ചെടുത്ത് സ്വന്തം ആഹാരമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരുടെ ആഹാരം ഇങ്ങനെ സൂത്രത്തിൽ തട്ടിയെടുക്കുന്ന ഇവരെ പരാന്നഭോജികൾ അഥവാ പാരസൈറ്റ്സ് എന്ന് പൊതുവെ വിളിക്കുന്നു. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ചില ഇത്തിൽ ചെടികളുടെ വിത്തുകൾ വിതരണം ചെയ്യുന്നതിൽ ഒരു പ്രധാന പങ്ക് ചെങ്കോക്കൻ ഇത്തിൽക്കണ്ണിക്കുരുവികൾ വഹിക്കുന്നു. ഇത്തിൽ ചെടികളുടെ കായ പഴുക്കുമ്പോൾ ഈ കുരുവികൾ അവ ഭക്ഷിച്ച് തുടങ്ങും. പഴത്തിൻ്റെ വിത്ത് ഒഴികെയുള്ള ഭാഗങ്ങൾ ഇവരുടെ ഉള്ളിൽ വെച്ച് ദഹിക്കുന്നു. പിന്നീട് ആ പക്ഷി വിസർജിക്കുമ്പോൾ ദഹിക്കാത്ത വിത്ത് പുറന്തള്ളപ്പെടുന്നു. വിത്തിന് ചുറ്റും ഒരു ചെറിയ പശ ഉള്ളതിനാൽ അവ വീഴുന്ന ഭാഗത്ത് ഒട്ടിപ്പിടിക്കും. ഇങ്ങനെ മരച്ചില്ലകളിലും മറ്റും വീഴുന്ന വിത്തുകൾ അവിടെ പറ്റിപ്പിടിക്കുകയും ഏറെ വൈകാതെ തന്നെ അതിൽ നിന്നും ഒരു പുതിയ ഇത്തിൽ ചെടി മുളച്ചു പൊങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ മുളച്ചു പൊങ്ങുന്ന ചെടിയുടെ വേരുകൾ പെട്ടെന്ന് തന്നെ തൻ്റെ ആതിഥേയ വൃക്ഷത്തിൻ്റെ തടി തുളച്ച് അകത്തേക്ക് കയറുകയും ഉള്ളിലുള്ള ആഹാര സാധനങ്ങൾ വലിച്ചെടുത്ത് സ്വന്തം തടി നന്നാക്കുന്നു. കാലക്രമേണ പോഷദൗർബല്യം മൂലം ശിഖിരങ്ങൾ ഉണങ്ങുകയും അതിൽ നിന്നും ആഹാരം കിട്ടാതെ വരുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഇത്തിൽ ചെടി പതിയെ മരണത്തിലേക്ക് പോകുന്നത്. ഇലകൾക്കിടയിൽ ആണ് ഈ കുരുവികൾ കൂടുണ്ടാക്കുന്നത്. അത്ര പെട്ടെന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഈ കൂടുകൾക്ക് ഒരു ചെറിയ സഞ്ചിയുടെ ആകൃതിയാണ്. നാരുകളും ചിലന്തി വലയും മറ്റും ഉപയോഗിച്ചുണ്ടാക്കുന്ന ഈ കൂടുകൾക്ക് നല്ല ബലമാണ്. കൂടുണ്ടാക്കുന്നതും കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതുമായ ചുമതലകൾ ആൺപെൺ പക്ഷികൾ ഒരുപോലെ ഏറ്റെടുക്കുന്നത് എന്നതാണ് നിരീക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ഒറ്റ നോട്ടത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ഉപദ്രവകാരികളായ ഇത്തിൽ ചെടികളുടെ വിത്തുകൾ ഇങ്ങനെ വിതരണം ചെയ്യുന്ന ഈ കൊച്ചു പക്ഷികളും ഉപദ്രവകാരികൾ തന്നെയാണ് എന്ന് തോന്നുന്നുണ്ടാകും, അല്ലേ? പക്ഷേ പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ കാത്തുസൂക്ഷിക്കുന്നതിൽ ഒരു പക്ഷേ ഇത്തിൽ ചെടികൾക്കും എന്തെങ്കിലും ഒരു പങ്കുണ്ടാകും. അവയുടെ വംശവർദ്ധനവിന് ഇത്തിൽക്കണ്ണിക്കുരുവികൾ കൂടിയേ തീരും. അത് പ്രകൃതിയുടെ നിയമമാണ്. ആ നിയമങ്ങൾ അനുസരിക്കുവാൻ നമ്മളെല്ലാം ബാധ്യസ്ഥരുമാണ്. എല്ലാ ജീവികൾക്കും അവകാശപ്പെട്ടതാണ് നമ്മുടെ ഭൂമി എന്നുള്ള കാര്യം കൂട്ടുകാർ മറക്കരുതേ. പൂവിനും പുല്ലിനും പുഴുവിനും പൂമ്പാറ്റയ്ക്കും പുഴയ്ക്കും പുലിക്കും പുള്ളിനുമെല്ലാം അതിൻ്റേതായ പ്രാധാന്യം നൽകി സംരക്ഷിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാകട്ടെ നമ്മുടെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ കൂട്ടുകാരിനി ചെങ്കോക്കൻ ഇത്തിൽക്കണ്ണിക്കുരുവികളെ കാണുമ്പോൾ അവയെ നിരീക്ഷിക്കുകയും നിരീക്ഷണക്കുറിപ്പുകൾ മയിൽപ്പീലിക്ക് അയക്കുവാനും മറക്കരുതേ. നല്ലൊരു നാടിൻ കഥ കേൾക്കാം.